തലശ്ശേരി കൊടുവള്ളി മമ്പറം അഞ്ചരക്കണ്ടി വഴി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് വികസിപ്പിക്കുന്ന പാതയുടെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ ഉടൻ തുടങ്ങും. ഇതിന്റെ ഭാഗമായുള്ള വിജ്ഞാപനം സർക്കാർ പുറപ്പെടുവിച്ചു. ഏറ്റെടുക്കുന്ന ഭൂമിയുടെ അളവും കൈവശക്കാരുടെ വിശദാംശങ്ങളും ഉൾപ്പെടെയാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഭൂരേഖകളുടെ പുതുക്കലുമായി ബന്ധപ്പെട്ടും സ്ഥലത്തിന്റെ ഉടമസ്ഥത സംബന്ധിച്ചും ആക്ഷേപമുള്ളവർ 15 ദിവസത്തിനകം രേഖാമൂലം വിമാനത്താവള ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസിൽദാർ മുമ്പാകെ നൽകണം. ഭൂമി ഏറ്റെടുക്കലിന് അംഗീകാരം നൽകി സർക്കാർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു. കൊടുവള്ളി മുതൽ കണ്ണൂർ വിമാനത്താവളം 24.5 കിലോമീറ്റർ നീളത്തിലും 4 വരി പാതയായാണ് നിർമ്മിക്കുന്നത്. തലശ്ശേരി ഇരിട്ടി താലൂക്കുകളിൽപ്പെട്ട 39.93 ഹെക്ടർ ഭൂമിയാണ് റോഡിനായി ഏറ്റെടുക്കേണ്ടത്. പഴശ്ശി കീഴല്ലൂർ പടുവിലായി പാതിരാട് പിണറായി എരഞ്ഞോളി തലശ്ശേരി വില്ലേജുകളിൽ നിന്നായാണ് സ്ഥലം ഏറ്റെടുക്കുക. KRFBക്കാണ് റോഡ് നിർമ്മാണത്തിന്റെ ചുമതല. സ്ഥലം ഏറ്റെടുപ്പിന് 423.72 കോടി രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. റോഡ് നിർമ്മിക്കാനായി 188ഓളം പേരെ കുടിയൊഴിപ്പിക്കേണ്ടി വരുമെന്നാണ് തൃക്കക്കര ഭാരതമാതാ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് തയ്യാറാക്കിയ സാമൂഹ്യാഘാത പഠന റിപ്പോർട്ടിൽ പറയുന്നത്. 749 വീടുകളും 140 കടകളും 15 പൊതുമേഖലാ സ്ഥാപനങ്ങളും റോഡിനായി പൂർണ്ണമായോ ഭാഗികമായോ പൊളിച്ചു നീക്കേണ്ടി വരും. 4441 മരങ്ങൾ മുറിച്ചു നീക്കണം. റോഡിന്റെ അതിരടയാളക്കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി 1 വർഷം മുമ്പ് പൂർത്തിയാക്കിയിരുന്നു. പ്രാഥമിക സർവേ നടത്തി. ഇനി സ്ഥലം അളന്നു തിട്ടപ്പെടുത്തി മൂല്യനിർണ്ണയത്തിലേക്ക് കടക്കും. റവന്യൂ, കൃഷി, വനം വകുപ്പുകൾ ചേർന്നാണ് വസ്തുവകകളുടെ മൂല്യനിർണ്ണയം നടത്തുക. തുടർന്ന് നഷ്ടപരിഹാരം നിശ്ചയിച്ച് സ്ഥലം ഏറ്റെടുപ്പ് നടത്തും. വിമാനത്താവളത്തിലേക്ക് വികസിപ്പിക്കുന്ന പാതകളിൽ വേഗത്തിൽ നടപടികൾ മുന്നോട്ട് പോകുന്ന റോഡാണ് കൊടുവള്ളി മമ്പറം വിമാനത്താവളം റോഡ്. മാനന്തവാടി ബോയ്സ് ടൗൺ വിമാനത്താവളം റോഡിന്റെ അന്തിമ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പൊതു തെളിവെടുപ്പ് കഴിഞ്ഞു. ഈ റോഡിന്റെ വിജ്ഞാപനവും ഉടൻ പുറത്തിറങ്ങിയേക്കും. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.